ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്ത് റിലേറ്റഡ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഉറപ്പായിട്ടും ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരുമായിരിക്കും. അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്തോ എനിക്കിത് ചെയ്യണമെന്ന് തോന്നി. ഞാനൊരു 1 വീക്കായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യണോ വേണ്ടയോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസമാണ് അതിന് പറ്റിയ ദിവസം. കാരണം കൃപാസനത്തിൽ പോകുന്നവർക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഡിസംബർ 7th പ്രത്യേകത. ഞാൻ ഈ വീഡിയോ ഇന്നിപ്പോൾ ചെയ്യാനായിട്ടുള്ള കാരണം 1 വീക്ക് മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ റീൽസൊക്കെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഒരു കുട്ടി കൃപാസനത്തിൽ ഇങ്ങനെ സാക്ഷ്യം പറയുന്നതാണ്. അപ്പം അത് ഉപ്പ് റിലേറ്റഡ് ആയിട്ട്, കൃപാസനത്തിലെ ഉപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് വേറൊരു പുള്ളിക്കാരൻ വീഡിയോ ചെയ്തിരിക്കുന്നു. സോ ഇതാണ് ആ ഒരു കണ്ടൻറ്റ്. അത് ഞാൻ കംപ്ലീറ്റ്ലി കാണാൻ നിന്നില്ല. പകുതി കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം മതിയായി. കാരണം കൃപാസനത്തെ മൊത്തത്തിൽ കളിയാക്കിക്കൊണ്ട് പുള്ളി വീഡിയോ ഇട്ടിരിക്കുന്നതാണ്. എനിക്കറിയില്ല പുള്ളി ആ വീഡിയോ ഇട്ടത് കൊണ്ട് പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കൊരു റീച്ചിന് വേണ്ടിയാണോ അതോ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം കൂടെ പോട്ടെ എന്നുള്ള രീതിയിലാണോ എനിക്കറിയില്ല എന്താണ് റീസൺ എന്നുള്ളത്. പക്ഷേ കൃപാസനത്തിൽ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ടായിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ അത് മോശമായി പോകും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ വീഡിയോ ചെയ്ത പുള്ളി ആരാന്നോ, അല്ലെങ്കിൽ ഇതുപോലെ കുറേ ട്രോൾ വീഡിയോസൊക്കെ ഉണ്ട് കൃപാസനത്തെ റിലേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കുറേ പേർക്ക് കുറേ വിശ്വാസങ്ങളുണ്ടല്ലോ. ആ വിശ്വാസങ്ങളായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ ചുമ്മാ വീഡിയോയ്ക്ക് റീച്ചിന് വേണ്ടി ഇങ്ങനെ വായിട്ട് അലയ്ക്കുന്ന അതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് വീഡിയോയ്ക്ക് റീച്ച് കൂട്ടണമെങ്കിൽ വേറെ എന്തൊക്കെ കണ്ടൻറ്റുകളുണ്ട്. വെറുതെ മാതാവിനെ പിടിച്ചുകൊണ്ട് എന്തിനാ ഇങ്ങനെ റീച്ച് കൂട്ടാൻ വേണ്ടി കാണിക്കുന്നത്? കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളാണ് മെഴുകുതിരി, ഉപ്പ്, എണ്ണ, പത്രം, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പം അത് വിശ്വാസത്തോടെ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം വരും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ നേഴ്സിംഗ് പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ പോക്കറ്റിൽ കൊന്തയുണ്ട്. കൊന്തയില്ലാതെ നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് പോലും പോകത്തില്ല. ഞാൻ വിശ്വസിക്കുന്നത് ആ കൊന്ത എൻ്റെ കയ്യിലുള്ളപ്പം എനിക്കതൊരു ധൈര്യമാണ്. എനിക്ക് വേറെ മെഡിക്കേഷൻ എററോ അങ്ങനെയൊന്നും വരത്തില്ല. പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കും. ഞാൻ നോക്കുന്ന പേഷ്യൻസൊക്കെ സിക്കാകാതെ, എനിക്ക് അധികം സിക്കാകാതെ നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ എനിക്ക് പേഷ്യൻസിൽ നിന്നൊരു ഇൻഫെക്ഷൻസ് ഒന്നും കിട്ടത്തില്ല എൻ്റെ കയ്യിൽ ആ കൊന്തയുള്ളപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇൻ കേസ് കൊന്ത എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾറെഡി എൻ്റെ കഴുത്തേലൊരു കൊന്തയുണ്ട്. അതല്ലാതെ ഈ ഡ്യൂട്ടിക്ക് പോകുമ്പം ഞാൻ പോക്കറ്റിൽ ഇടുന്നൊരു കൊന്ത. അപ്പോൾ അത് മിസ്സാക്കിയാലും എനിക്ക് ഭയങ്കര എന്തോ പോലെയാണ്. അതേപോലെ തന്നെ ഓരോ തവണ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ എൻ്റെ വിശ്വാസം. അതേപോലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. കൃപാസനം പോലെ തന്നെ നമുക്ക് നാഗമ്പടം ഉണ്ട്, IMS ഉണ്ട്, പാറേപ്പള്ളിയുണ്ട്, ഇങ്ങനെയൊക്കെ അട്ടപ്പാടിയുണ്ട്. ഇവിടെയൊക്കെ ഞാനും പോയിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിന്നൊക്കെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. വൺസ് കൃപാസനത്തിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ വേറെ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം എനിക്ക് കൃപാസനത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ അയർലൻഡിലായതുകൊണ്ട് തന്നെ സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതുവരെ. നെക്സ്റ്റ് ടൈം പോകുമ്പോഴെങ്കിലും സാക്ഷ്യം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ടൈം 3 വീക്സിലേക്ക് നാട്ടിൽ പോയിട്ട് പോലും ഞാൻ കൃപാസനത്തിൽ പോയി. ഞാൻ എടുത്തിരുന്ന ഉടമ്പടി പുതുക്കിയിട്ടാണ് വന്നത്. നമ്മളത് റിപ്പീറ്റായിട്ട് വീണ്ടും വീണ്ടും പുതുക്കുമ്പം അതിനർത്ഥം നമുക്ക് അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ് ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ മാതാവായിട്ടല്ല ഉടമ്പടി വെക്കുന്നത്. അങ്ങനെ കുറേ തെറ്റിദ്ധാരണയായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ പേരുണ്ട്. ഉടമ്പടിയിലൂടെ നമ്മൾ ദൈവമായിട്ടാണ് ഉടമ്പടി വെക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ, എന്താണ് ഉടമ്പടി, എന്താണ് കൃപാസനം, അവിടെ എന്താണ് നടക്കുന്നത്, ഇതൊന്നും അറിയാതെ ചുമ്മാ റീച്ചിന് വേണ്ടി വന്നിട്ട് വായിട്ട് അലയ്ക്കുന്ന കുറേ പേരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ എന്നെ പൊട്ടന്മാരാണോ? അതിനെ കുറേ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ കുറേ പൊട്ടന്മാർ. ഇപ്പോൾ റീച്ചിന് വേണ്ടി ആയാലും എന്തിനു വേണ്ടി ആയാലും നിങ്ങൾ കളിക്കുന്നത് മാതാവിനോടാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഭാവിയിൽ. വീണ്ടും പറയുവാണ്, ഞാൻ ആരെയും പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ ആരുടെയും ചാനൽ കുറ്റപ്പെടുത്താനോ ആഗ്രഹിക്കുന്നില്ല.
ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ദൈവത്തെ ഓർത്ത് അവോയ്ഡ് ചെയ്യുക. വിശ്വാസത്തിൽ ജീവിക്കുന്നവർ അവരവരുടെ വിശ്വാസത്തിൽ പോട്ടേനെ. ഇപ്പോൾ കൃപാസനത്തിൽ പോയാലും പോയിട്ടും അനുഗ്രഹങ്ങൾ കിട്ടാത്തവരുണ്ട്. അപ്പോൾ അതിനർത്ഥം അവർക്ക് അത്രയും വിശ്വാസം കുറവാണ് എന്നുള്ളതാണ്. നമ്മൾ വൺസ് നല്ല രീതിയിൽ വിശ്വസിച്ച്, അത് ഏത് ജാതിയിലുള്ളവരായാലും, ക്രിസ്ത്യൻസ് ആയാലും, ഹിന്ദുസ് ആയാലും, മുസ്ലിംസ് ആയാലും, ആര് പോയാലും ഉറപ്പായിട്ടും അവിടുന്ന് അനുഗ്രഹങ്ങൾ കിട്ടും. അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരാണ് സാക്ഷ്യം പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അവർ പറയുന്ന സാക്ഷ്യത്തെ മാക്സിമം കളിയാക്കാതിരിക്കാൻ നോക്കുക. നിങ്ങളത് മാക്സിമം ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും കളിയാക്കാതിരിക്കുക. എനിക്ക് മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഞാനത് ഉറപ്പായിട്ടും ഒരിക്കൽ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയും. എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ ഈ ഒരു കൃപാസനത്തെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാവും. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തന്നെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തതും. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം മനസ്സിലായവർ സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവർക്ക് ഉറപ്പായിട്ടും നെഗറ്റീവ് കമൻറ്റ്സ് ഇടാം. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമുക്കിപ്പം അതിൽ നെഗറ്റീവ് ഇടുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ ഒരു കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.